ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എം എൽ എമാരൊക്കെ ഇവിടെ എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ എം എൽ എമാരുമായിട്ട് സാധാരണ അത് യു ഡി എഫിൻ്റെ തീരുമാനം അനുസരിച്ചാണ് വരിക. ഇപ്പോൾ പറയാറായിട്ടില്ല. ഞങ്ങളങ്ങനെ അവകാശവാദം ചിന്തിച്ചിട്ട് നേരത്തെ പറഞ്ഞതാണല്ലോ. ഏതായാലും യു ഡി എഫിൻ്റെ തീരുമാനം വരട്ടെ, അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അത് അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ആ ഒരു യു ഡി എഫിൻ്റെ അന്തിമ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടി അവരെ എന്നെ അധികാരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. പ്രാദേശികമായ ഒരു സന്തുലിതാവസ്ഥ പാലിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്. കാസർഗോഡ് നിന്നൊരു മന്ത്രിയില്ല, കോഴിക്കോട് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള, കാരണം ഇത്രയധികം അതെ, എല്ലാം പരിഗണിക്കേണ്ടി വരും. സുന്ദരിക്ക് അങ്ങനെയാണല്ലോ, പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വേണ്ടി വരും. മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ ചിലപ്പോൾ നമുക്ക് നിയോഗിക്കേണ്ടി വരും. പിന്നെ ചില വകുപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആരെങ്കിലുമൊക്കെ നിയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടി വരും. ബാലൊക്കെ ആണ് അത് തിരഞ്ഞെടുക്കുക. ജില്ലാ പരിഗണനകൾ ഉണ്ടാവും അല്ലേ? അതാണ് പ്രാദേശികമെന്ന് പറഞ്ഞത്.